സഖാവ് ES ബിജിമോളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ത്യൻ പീപ്പിൾ തിയേറ്റേഴ്സ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന നാടകം പൂച്ചയ്ക്കാര് മണികെട്ടു. നാടകരചന KR രാജേന്ദ്രൻ. റെക്കോർഡിംഗ് ഓഷ്യൻ മൾട്ടിമീഡിയ സ്റ്റുഡിയോ, കട്ടപ്പന. ശബ്ദമിശ്രണം ഓഷ്യൻ ദിനൂസ്. നാടക സംവിധാനം GK പന്നാങ്കുഴി. ആക്ട് കട്ടപ്പന. ചരിത്ര യവനികയ്ക്കുള്ളിൽ മറഞ്ഞോരു സത്യത്തെ ആരു വിളിച്ചുണർത്തും? നക്ഷത്ര ഗോപുര മുകളിൽ അലറുന്ന തമ്പ്രാന്റെ നാവിനെ ആരറുക്കും? അരവയറൊട്ടിയ പട്ടിണിക്കാരന്റെ കരയുന്ന ശബ്ദം ഇതാരു കേൾക്കും? സത്യം പറയുവാൻ ആരുണ്ട് നമ്മൾക്ക് കാപാലികർ വാഴും കേരളത്തിൽ? സത്യം പറയുവാൻ ആരുണ്ട് നമ്മൾക്ക് കാപാലികർ വാഴും കേരളത്തിൽ? ഉണ്ട്, സത്യം പറയാൻ ഒരാളുണ്ട്. നാവറുത്താലും നടുപൊടിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരാൾ. ചരിത്ര യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ അയാളെ നമുക്ക് വിളിച്ചുണർത്താം. അങ്ങനെ ഒരാളോ? ആരാണ് അയാൾ? ചാക്യാരെ, ചാക്യാരെ, ചാക്യാരെ! ആരാ ആരാ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ? കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ ഈ ചാക്യാരെ ഇങ്ങോട്ട് വിളിച്ചത് ഇപ്പൊ ആരാ? അത് നിങ്ങളാണോ? അത് നിങ്ങളല്ലേ? ചാക്യാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് മാറിയിരുന്ന് ഫലിതം പറഞ്ഞ് കേട്ട് അങ്ങ് രസിച്ചിരിക്കുക അല്ലേ? എന്താ ചാക്യാര് പറയേണ്ടത്? എന്ത് സത്യ ചാക്യാരോട് പറയേണ്ടത്? ചാക്യാര് സത്യം മാത്രമേ പറയൂ. ഈ നാടിന്റെ ചരിത്ര സത്യങ്ങൾ തന്നെ അങ്ങോട്ട് ആയാലോ? അതോ ഫലിതരസപ്രദമായ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളോ ഭരണ കോട്ടങ്ങളുടെ കഥയാണോ ചാക്യാരിപ്പ അങ്ങോട്ട് പറയേണ്ടത്? വേണ്ട, പ്രായമൊക്കെ ഇത്ര ആയില്ലേ, കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ കാണുകയല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാം. നിങ്ങളുടെ കഥ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ. വേണ്ട, ചാക്യാര് ഒന്നും അങ്ങോട്ട് പറയണില്ല. ചാക്യാരെ നിങ്ങളെ പോലെ ഒരു കാഴ്ചക്കാരൻ മാത്ര അല്ല. ഒരു കാര്യം ചെയ്യാം, ഈ നാടിന്റെ തോട്ടം മേഖലയുടെ കഥ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ. അങ്ങനെ കണ്ടോളുക. ആട്ടിത്തെളിച്ചെത്തി കങ്കാണിമാർ തോട്ടം തൊഴിലാളി പാവങ്ങളെ. ആട്ടിത്തെളിച്ചെത്തി കങ്കാണിമാർ തോട്ടം തൊഴിലാളി പാവങ്ങളെ. ചാട്ടവാറിന്റെ തഴമ്പുള്ള ജീവിത കൂട്ടിനായി കണ്ണീരും കൈപ്പുനീരും. ചോർന്നൊലിക്കും ചെറുകൂരയിൽ തങ്ങണം 4 കുടുംബങ്ങൾ വെച്ചുറങ്ങ. നേരം പുലരുന്നതിന് മുമ്പ് കങ്കാണി നേരെ നയിക്കും പണിയിടത്തിൽ. 4 പക്കാരി മാത്രമാണാശ്വാസം
ആഴ്ചയിൽ പാതി വിശപ്പടക്കാൻ. പ്ലേഗും വസൂരിയും കോളറയും വന്ന് ചാകുന്നവരെ വലിച്ചെറിയും. പ്ലേഗും വസൂരിയും കോളറയും വന്ന് ചാകുന്നവരെ വലിച്ചെറിയും. ആരാണെതിർക്കുവാൻ? ആരുണ്ടെതിർക്കുവാൻ? ആരാണിവർക്ക് തുണയേകുവാൻ? ആരാണെതിർക്കുവാൻ? ആരുണ്ടെതിർക്കുവാൻ? ആരാണ് ഇവർക്ക് തുണയേകുവാൻ? തോട്ടമേഖലയുടെ കഥന കഥ നിങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞേ. ഇനി നമുക്ക് 62 അയ്യപ്പൻ കോവിലെ കുടി ഇറക്കും അമരാവതിയിലെ കുടി ഇരുത്തും അങ്ങോട്ട് കണ്ടു കളയാം. എന്താ, തയ്യാറല്ലേ? തെയ്യന്താരോ 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 തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ. ഞങ്ങൾ ഇളക്കി മറിച്ചൊരു മണ്ണ്, ഈ മണ്ണ് ഞങ്ങളുടെ മണ്ണ്. ഞങ്ങൾ ഇളക്കി മറിച്ചൊരു മണ്ണ്, ഈ മണ്ണ് ഞങ്ങളുടെ മണ്ണ്. ഞങ്ങൾ നട്ടു വളർത്തിയ പൊന്ന്, ഈ പൊന്ന് ഞങ്ങളുടെ പൊന്ന്. ഇത് ഞങ്ങളുടെ സ്വന്തം മണ്ണ്, ഈ മണ്ണ് ഞങ്ങളുടെ മണ്ണ്. ഇത് ഞങ്ങളുടെ സ്വന്തം വിണ്ണ്, ഈ വിണ്ണ് ഞങ്ങളുടെ വിണ്ണ്. തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ തെയ്താരോ തെയ്താരോ തെയ്യന്താരോ. വാവാവോ വാവാവോ വാവോ വാവോ വാവാവോ വാവാവോ വാവോ വാവാവോ വാവാവോ വാവോ വാവോ വാവാവോ വാവാവോ വാവോ. ശിവ ശിവ, കഷ്ടം കഷ്ടം. അയ്യപ്പൻ കോവിലെ കുടിയിറക്കാന്
പാവം കുടിയേറ്റ കർഷകരുടെ കൃഷികളെല്ലാം അങ്ങ് നശിപ്പിച്ച അവരുടെ കൂരകൾക്കൊക്കെ കശ്മലന്മാരുടെ പോലീസുകാർ വന്നുകൊണ്ട് തീ വെച്ച് അതും പോരാഞ്ഞിട്ട് അറബ് ശാലയിലേക്ക് കൊണ്ടുപോകുന്ന അറബ് മൃഗത്തെ പോലെ അങ്ങ് കെട്ടി വലിച്ച് രാവകന് മഴ പെയ്ത് മുട്ടപ്പൻ ചെളിയായി കിടക്കുന്ന ആ അമരാവതിയിലെ കൊണ്ട് തള്ളിയേ കാറ്റത്തും മഴയത്തും മഞ്ഞത്തും കിടന്ന് എത്ര പിഞ്ച് കിടാങ്ങളാ അങ്ങോട്ട് മരണപ്പെട്ടതാ. എന്താ ഓർമ്മയില്ലേ? ചാക്യാർക്കിനെ കണ്ട് സഹിക്കാനാവുന്നില്ല. അവർ ഞങ്ങളുടെ കുടിലു പൊളിച്ചേ അവർ ഞങ്ങളുടെ കൃഷികൾ മുടിച്ചേ അവർ ഞങ്ങളെ നാടുകടത്തി നരകത്തിൽ കുറ്റിയടിച്ചേ ആരുണ്ടെതിർക്കുവാൻ ഈ നീതി നിഷേധത്തെ? ആരുണ്ടു ഞങ്ങൾക്ക് സാന്ത്വനമേകുവാൻ? ചാക്യാരിപ്പോ പറഞ്ഞതേ ചരിത്രമാ. തോട്ട മേഖലയുടെയും കാർഷിക മേഖലയുടെയും സമാശ്വാസത്തിനായി വന്ന ചെങ്കൊടിയുടെ ചരിത്രം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചാക്യാർക്കൊരു കാര്യം അങ്ങോട്ട് പറയാതിരിക്കാൻ വയ്യ. അയ്യോ അതിവേഗം ബഹുദൂരം, അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. നിക്ക അവിടെ എങ്ങനെ നിക്ക? കൂടെ എത്താൻ വയ്യേ. എങ്ങോട്ടാണോ ഈ നെട്ടോട്ടം? ഞാൻ പിന്നെ തിരിച്ചു വരുന്നുണ്ടല്ലോ. മാന്യമഹാജനങ്ങളെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം കാണുന്നതിന് വേണ്ടി അതിവേഗം മുഖ്യൻ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചോളാ, അങ്ങനെ ചോദിച്ചോളുക. ഇപ്പൊ കിട്ടും. എന്താന്ന് വെച്ചാ അങ്ങനെ ചോദിച്ചോളുക. ഇപ്പൊ തന്നെ കിട്ടും. സാറേ സാറേ ഒന്ന് നിക്കണേ സാറേ. അതിവേഗം ബഹുദൂരം, സമ്പർക്കം, ജനസമ്പർക്കം. ഞാനൊരു വിധവയാ സാറേ. എനിക്കൊരു മകനേ ഉള്ളൂ. അവനിപ്പോ കിടപ്പില്ല. ഡോക്ടർമാര് പറയണത് 5 ലക്ഷം രൂപയുടെ ഒരു ഓപ്പറേഷൻ ചെയ്ത അവൻ എഴുന്നേറ്റ് നടക്കുമെന്ന്. കൂലിപ്പണിക്കാരിയ. പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യ സാറേ. രക്ഷിക്കണം. അവനായിരുന്നു എല്ലാം. എഴുന്നേൽക്ക് മക്കളെ. ഈ സർക്കാർ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന സർക്കാരാണ്.
എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. കണ്ണീര് തുടയ്ക്കൂ. പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. അവരെത്രയാണ് ചോദിച്ചത്? 5 ലക്ഷം സാർ. 5 ലക്ഷം രൂപയോ? അതെ. 5000 കൊടുത്തേക്കൂ. ശരി സാർ. സാറേ സാറേ ഈ പൈസ എന്നാ കിട്ടുക സാറേ? കൃത്യം ഫെബ്രുവരി 30-ാം തീയതി നിങ്ങൾക്ക് ഈ പണം കിട്ടിയിരിക്കും. സന്തോഷമായില്ലേ? സമാധാനമായില്ലേ? കൃത്യം ഫെബ്രുവരി 30-ാം തീയതി വില്ലേജ് ഓഫീസിൽ പോയി ഈ പണം കൈപ്പറ്റിക്കോളൂ. ഈശ്വര, വന്ന കാര്യം സാധിച്ചല്ലോ. ഭാഗ്യം. കഷ്ടം കഷ്ടമെന്നല്ലാതെ എന്താ അങ്ങോട്ട് പറയുക. ഫെബ്രുവരി 30 അങ്ങനെ ഒരു ദിവസം ഉണ്ടോ? ഇല്ല. ഇത് കോഴിയുടെ മുലയോട്ട് തന്നെ ഒരു വില്ലേജ് കാര്യസ്ഥന് അങ്ങോട്ട് നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യമുള്ളേ. അതിനാണ് ബഹുദൂരം മുഖ്യൻ ആനയും അമ്പാരിയും ഒക്കെ അതിങ്ങ് കെട്ടി എഴുന്നള്ളി വന്ന് ഇപ്പൊ കണ്ട ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് കൊട്ടി ഘോഷിച്ചങ്ങോട്ട് പോകുന്നത്. കഷ്ടം. സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ. സെക്രട്ടേറിയറ്റ് അഥവാ ഭരണസിരാ കേന്ദ്രം ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടക്കേണ്ട ഇടം. ഓരോ പ്രജയുടെയും ഹൃദയമാകുന്ന വോട്ടുകൾ ഏറ്റുവാങ്ങി സത്യം മാത്രമേ പ്രവർത്തിക്കൂ എന്ന് വാഗ്ദാനം ചെയ്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പരിപാവനമായ ഇരിപ്പിടങ്ങൾ വസിക്കുന്ന ആലയം. ഇവിടെ വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല, ജാതി മത വ്യവസ്ഥകളില്ല. ജനങ്ങളും അവരുടെ ക്ഷേമവും മാത്രം. സർവോപരി ഓരോ പ്രജകളുടെയും ഹൃദയമാണ് സെക്രട്ടേറിയറ്റ്. അതെ, എന്റെയും നിങ്ങളുടെയും ഹൃദയമാണ് സെക്രട്ടേറിയറ്റ്. ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ പക്ഷാഭേദമോ വിവേചനമോ വിദ്വേഷമോ പുലർത്താതെ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തിക്കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഉമ്മന്റെയും തൊമ്മന്റെയും ചോപ്പന്റെയും പാപ്പന്റെയും ഖാലിലാക്കി ഹമ്മു ഖാലിലാക്കി. ഉമ്മന്റെയും തൊമ്മന്റെയും ചോപ്പന്റെയും പാപ്പന്റെയും ഖാലിലാക്കി ഹമ്മു ഖാലിലാക്കി. ചീകിത്തിരികിയ തിരിത്തലമുടി ആകെ അഴിഞ്ചുതടി, പുറത്തി ആകെ അഴിഞ്ചുതടി. കാത്തു നിന്നിരുന്ന തോഴിമാർ കണ്ടെത്തി കാരണം കേൾക്കുമ്പോ എന്തു ചൊല്ലും, കാരണം കേൾക്കുമ്പോ എന്തു ചൊല്ലും, എന്തു ചൊല്ലും. കിടന്നൊരു മുക്കുത്തിക്കല്ലിന്റെ മുക്കാണി എങ്ങുപോയെന്നു കേൾക്കും, മുക്കാണി എങ്ങുപോയെന്നു കേൾക്കും. തൊണ്ടിപ്പഴച്ചുണ്ടിൽ എങ്ങനെ വന്നടി ചെഞ്ചോരപ്പാടെന്ന് തോഴി കേൾക്കും, ചെഞ്ചോരപ്പാടെന്ന് തോഴി കേൾക്കും. മാറത്തെ കോർമുല കച്ചച്ചാരടെല്ലാം ആരാണ് പൊട്ടിച്ചതെന്ന് കേൾക്കും, ആരാണ് പൊട്ടിച്ചതെന്ന് കേൾക്കും.
എന്തും വന്നോട്ടെ ഏതും വന്നോട്ടെ എല്ലാരും എല്ലാരും കണ്ടോട്ടെ എല്ലാരും എല്ലാരും കണ്ടോട്ടെ എല്ലാരും എല്ലാരും കണ്ടോട്ടെ. അശ്ലീലം 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 സകലത്തെ അശ്ലീലം. അശ്ലീലത്തിൽ നിന്ന് അങ്ങോട്ട് അഴിമതി രൂപം കൊണ്ടേ അഴിമതിയിൽ നിന്ന് അരാജകത്വം അങ്ങോട്ട് ഉടലെടുത്തു. പരിശുദ്ധവും പരിപാവനവുമായ പുണ്യസ്ഥലം ഇന്ന് അശ്ലീലത്തിന്റെ ഒരു കൂത്തരങ്ങായി അങ്ങോട്ട് മാറിയിരിക്കുക. അവനാ ഇവനും ഉണ്ട്. ആ ഇവനും ഉണ്ട്. ഇവനും ഉണ്ട്. ഇവനും ഉണ്ട്. ഇവനും ഉണ്ട്. ഞാൻ മന്ത്രി, നീ സിപ്പായി. ഞാൻ ചെയ്ത അശ്ലീലം 10 വര പാടത്തിനും 10 ലക്ഷം രൂപയ്ക്കും നീ ഏറ്റെടുക്കണം. പാടത്തിന് പട്ടയം തരുവോ? തീർച്ചയായും പട്ടയം തരും. പാടം നികത്താനുള്ള അനുമതി നൽകുമോ? നീ നികത്തിക്കോ, ഇഷ്ടം പോലെ നികത്തിക്കോ. എന്നാ ഞാൻ ഏറ്റെടുത്തില്ല. നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നുണ്ടായ വീഴ്ച മനസ്സിലാക്കിയ ആ നിമിഷം ഞാൻ അവനെ സസ്പെൻഡ് ചെയ്തു. ഹലോ ഹലോ, നീ പറയുന്ന എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിക്കാം. ചൂണ്ടി എന്റെ നേരെ വരുമ്പോൾ നിന്റെ ആ വിരല് ചെറുതായിട്ടൊന്ന് വളച്ചേക്കണം. പിന്നെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് നിന്റെ എല്ലാ കടങ്ങളും ഞാൻ വീട്ടിക്കൊള്ളാം. പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ ശത്രുവായ മറ്റേ മന്ത്രിയില്ലേ, അവന്റെ നേരെ നിന്റെ വിരലങ്ങ് ചൂണ്ടിയേക്ക്. കഷ്ടം അല്ലാതെ എന്താ അങ്ങോട്ട് പറയുക. പാവപ്പെട്ട വോട്ടർമാരെ, നിങ്ങൾക്കിതെന്താ അങ്ങോട്ട് മനസ്സിലാവണില്ല എന്നുണ്ടോ? ഭരണസിരാ കേന്ദ്രം അശ്ലീലത്തിന്റെ കൂത്തരങ്ങായി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴേ അവർ ഭരിക്കുന്ന നാട് അതെങ്ങനെയുണ്ടെന്ന് കാണുക. അയ്യോ അയ്യോ അയ്യോ, അമ്മയുടെ കൂടെ കിടന്നുറങ്ങിയ പിഞ്ചു കുഞ്ഞിനെയാ ഏതോ കശ്മലമ നശിപ്പിച്ച കാട്ടിൽ തള്ളിയത്. അവിടെ അവിടെ എവിടെയാണ്? അവിടെ 90 വയസ്സുള്ള ഒരു വ്യക്തിയെ പട്ടാപ്പകൽ ആരോ മാനഭംഗപ്പെടുത്തിയത്. അയ്യോ, സ്കൂളിൽ പോയ 14 വയസ്സുള്ള പെൺകുട്ടിയെ 4 ദിവസമായിട്ട് കാണാനില്ല. വേണ്ട, നമുക്ക് ഈ ഭരണം വേണ്ട. അന്തസ്സോടും അഭിമാനത്തോടും കൂടി നമ്മുടെ പെൺകുട്ടികൾ ഇവിടെ വളരണം. അതിനായി ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരെ ചവിട്ടിപ്പുറത്താക്കി ചാണവെള്ളം തളിച്ച് ശുദ്ധികലശം നടത്തി അധ്വാനിക്കുന്നവരുടെ പ്രതിനിധിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നമുക്ക് വിജയിപ്പിക്കാം. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. പിതാ രക്ഷതി കൗമാരേ ഭർതൃരക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ആരാണിവൻ? ഇവൾ എന്റെ മകളാണ്. ഇവളെന്റെ സഹോദരിയാണ്. ഇവളെന്റെ സുഹൃത്താണ്. എന്റെ അമ്മയാണ്. പിന്നെ എന്തിനാ
പഞ്ചേന്ദ്രിയങ്ങളെ ബന്ധിച്ച് ഇവളെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയേക്കുന്നതാ. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. നീതിന്യായ ധർമ്മങ്ങൾ വരിഞ്ഞു മുറുക്കി നിങ്ങൾക്കിവളെ ബന്ധനസ്ഥയാക്കാനാവില്ല. ഞാൻ ഇവളെ സ്വതന്ത്രയാക്കാൻ പോവുക. എന്താ? ഇവരെ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഇവൾ ഈ നാടിന്റെ മനസ്സും മനസാക്ഷിയുമാണ്. ഇവൾ ഞങ്ങളുടെ നാവാണ്. ഇവൾ ഞങ്ങളുടെ കാഴ്ചയാണ്. ഇവൾ ഞങ്ങളുടെ തിരിച്ചറിവിന്റെ ബോധ്യവൃക്ഷമാണ്. എനിക്ക് ഈ സ്ത്രീയെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അന്നൊരിക്കൽ ഞാൻ എന്റെ അമ്മയുമായി വരുമ്പോൾ കൂടളകി പറന്നു വന്ന കടന്നൽ കൂട്ടത്തിനിടയിൽപ്പെട്ട് ഞങ്ങൾ, അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, അയ്യോ പൊതിഞ്ഞു കുത്തുന്ന കടന്നൽ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അതുവഴി പോയ വാഹനങ്ങൾക്കെല്ലാം കൈ കാണിച്ചു. ആരും ഞങ്ങളെ രക്ഷിച്ചില്ല. എന്ന് മാത്രമല്ല, വാഹനത്തിന്റെ വേഗത കൂട്ടി സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തിയവരായിരുന്നു എല്ലാം. മരണത്തെ മുഖാമുഖം കണ്ട് ആ വഴിയരികിൽ ഞങ്ങൾ കിടന്നപ്പോൾ ഞങ്ങളുടെ മുൻപിൽ ഒരു വാഹനം ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. പാതി ബോധം മറഞ്ഞു കിടന്ന ഞങ്ങളെ ആരോ താങ്ങി പിടിച്ച് ആ വാഹനത്തിനുള്ളിൽ കയറ്റി അവിടുന്ന് രക്ഷപ്പെടുത്തി. കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഈ അമ്മയെയാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ എനിക്കാവില്ല. കാരണം ഞാനും ഒരമ്മയല്ലേ. അതിലുപരി മനസാക്ഷിയുടെ അംഗീകാരം നൽകിയ നിങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ലേ? ഞങ്ങൾ എങ്ങനെ മറക്കൂ ഈ സ്ത്രീയെ? നന്ദിയില്ലാത്ത നരഭോജികൾക്കേ അതിന് കഴിയൂ. ഞങ്ങൾ 300ഓളം കുടുംബക്കാർ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ നടന്നിരുന്ന വഴിയായിരുന്നു അത്. ഒരു ദിനം പകലന്തിയോളം മണ്ണിൽ പണിയെടുത്ത് അന്നത്തിനുള്ള വകയും തലയിലേന്തി നടന്നു വന്നപ്പോ നടപ്പാതയ്ക്ക് കുറുകെ ഇരുമ്പഴികൾ തീർത്തിരിക്കുന്നു. മനസ്സ് പതറിപ്പോയ ഞങ്ങൾ പാവങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും നിയമപാലകരുടെയും കാര്യാലയങ്ങൾ കയറിയിറങ്ങി. ഞങ്ങൾ പാവങ്ങളാ, നടക്കാൻ വേറെ വഴിയില്ലാഞ്ഞിട്ടാ സാറേ. വേണ്ട, നിങ്ങൾക്ക് നടക്കാനുള്ള വഴിയല്ല ഇത്. ഇതൊരു സ്വകാര്യ വ്യക്തി അവന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വഴിയാണ്. നിങ്ങൾ മറ്റു വല്ലവും മാർഗവും നോക്ക്, ഇല്ലെങ്കിൽ അഴി എണ്ണേണ്ടി വരും. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ആ പൊതുവഴിയിൽ കുത്തിയിരുന്ന ഞങ്ങൾക്ക് മുന്നിൽ ഒരു മാലാഖിയെ പോലെ പറന്നിറങ്ങിയത് ഈ സ്ത്രീയാ. ഇല്ല, ഞാൻ ഇവിടെ ജനപ്രതിനിധി ആയിരിക്കുന്നിടത്തോളം കാലം ഈ വഞ്ചന ഞാൻ അനുവദിക്കില്ല. അതിന് നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ജനപ്രതിനിധിയാണ്, നിങ്ങൾ ജനസേവകനും. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ട നിങ്ങൾ മുതലാളിമാരുടെ വായിൽ നിന്ന് വീഴുന്ന എച്ചിൽ വാരി തിന്നിട്ട് ഇവർക്കെതിരെ ഗർജിക്കുന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നീ ആരാണെങ്കിലും എനിക്കെന്താ? ഞാൻ ഇവരുടെ പ്രതിനിധിയാ. ഇവരുടെ ദേഹത്തൊഴുതുള്ളി മണ്ണ് മാരിയിട്ട, ഇവരുടെ അവകാശങ്ങൾ നിഷേധിച്ച, പിന്നെ നീ ഇവിടെ നിന്ന് പോകില്ല. അതിനു മുമ്പ് ഇവിടെ നിന്നും പോകാൻ. അന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവർ കണ്ണകി ദേവിയായി മാറി. എന്തെന്തു വിമർശനങ്ങൾ, ആരുടെയെല്ലാം വിരൽ ചൂണ്ടലുകൾ. അവകാശങ്ങൾക്കായുള്ള ഞങ്ങളുടെ സമരത്തിൽ അവസാനം വരെ ഞങ്ങളോടൊപ്പം നിൽക്കാൻ ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഒടുവിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ആ വഴി ഞങ്ങൾക്കായി തുറന്നു കിട്ടി. ഉറങ്ങിക്കിടന്ന സത്യവചസ ഈ ചാക്യാരെ ഇങ്ങോട്ട് വിളിച്ചുണർത്തി നിങ്ങൾ പറയിച്ച സത്യങ്ങളെ നിങ്ങൾക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ചാക്യാർക്ക് അങ്ങോട്ട് സന്തോഷായേ. ഈ പീരിമേടിന്റെ പൊന്നുംകുളം തന്നെ. ആ പൊന്നുംകുളത്തിന് നമുക്കൊരു പൊട്ടുകുത്താം. നമ്മുടെ സമ്മതിദാനാവകാശമായ പൊട്ടേ. അതെ, ഓരോ വോട്ടും മനസ്സിന്റെ അംഗീകാരമാണ്. അത് നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കാം.
ES ബിജിമോളെ വിജയിപ്പിക്കാം. നാടു നല്ലതാകുവാൻ LDF ജയിക്കണം, കഷ്ടതയകലുവാൻ LDF ഭരിക്കണം. നാടു നല്ലതാകുവാൻ LDF ജയിക്കണം, കഷ്ടതയകലുവാൻ LDF ഭരിക്കണം. വോട്ടു നേടി കോട്ടുവായുമിട്ടു പോകും ദുഷ്ടരെ ആട്ടണം, തകർക്കണം, ദൂരെ ദൂരെയാക്കണം. നാടു നല്ലതാകുവാൻ LDF ജയിക്കണം, കഷ്ടതയകലുവാൻ LDF ഭരിക്കണം. വോട്ടു നേടി കോട്ടുവായുമിട്ടു പോകും ദുഷ്ടരെ ആട്ടണം, തകർക്കണം, ദൂരെ ദൂരെയാക്കണം. വോട്ടിനായി ബൂത്തിലെത്തും നേരമോർത്തിടേണമേ, കതിരരിവാൾ ചിഹ്നവും ബിജിമോളെന്ന നാമവും. ഓർമ്മ വേണം കഴിഞ്ഞ കാലഗാഥകൾ, ചുവടെടുത്ത് മുന്നിൽ വെച്ച് മുന്നിലേറിപ്പോകണം. ഈ നാടകം കണ്ട് പിന്തുണയും അംഗീകാരവുമായി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച നല്ലവരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ത്യൻ പീപ്പിൾ തിയേറ്റേഴ്സ് അസോസിയേഷന്റെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുന്നു. അരങ്ങത്ത് ജയ നാരായണക്കുറുപ്പ്, KC നാരായണക്കുറുപ്പ്, സൈമൺ നെടുക്കുമ്പയൽ, കുര്യാസ് മാട്ടുകട്ട, രാജൻകുട്ടി മുതുകുളം, വിഷ്ണു കട്ടപ്പന, രൂപേഷ് ചന്ദ്രു KR. ആലാപനം അനിൽ കെ ശിവറാം. സാങ്കേതിക സഹായം അമൽ ജോർജ് കട്ടപ്പന. നാടകരചനയും ഞങ്ങളെ നയിക്കുന്നതും KR രാജേന്ദ്രൻ. റെക്കോർഡിംഗ് ഓഷിൻ ബിനൂസ്. നാടക സംവിധാനം GK പന്നാങ്കുഴി. ആക്ട് കട്ടപ്പന. നാടു നല്ലതാകുവാൻ LDF ജയിക്കണം, കഷ്ടതയകലുവാൻ LDF ഭരിക്കണം. വോട്ടു നേടി കോട്ടുവായുമിട്ടു പോകും ദുഷ്ടരെ ആട്ടണം, തകർക്കണം, ദൂരെ ദൂരെയാക്കണം. വോട്ടിനായി ബൂത്തിലെത്തും നേരമോർത്തിടേണമേ, കതിരരിവാൾ ചിഹ്നവും ബിജിമോളെന്ന നാമവും. വോട്ടിനായി ബൂത്തിലെത്തും നേരമോർത്തിടേണമേ, കതിരരിവാൾ ചിഹ്നവും ബിജിമോളെന്ന നാമവും. ഓർമ്മ വേണം കഴിഞ്ഞ കാലഗാഥകൾ, ചുവടെടുത്ത് മുന്നിൽ വെച്ച് മുന്നിലേറിപ്പോകണം. ചുവടെടുത്ത് മുന്നിൽ വെച്ച് മുന്നിലേറിപ്പോകണം. മുന്നിലേറിപ്പോകണം, മുന്നിലേറിപ്പോകണം.